ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കർക്കിടകമൊക്കെ ആവാനായില്ലേ, അപ്പോൾ ഒരു ക്ലീനിങ് ആവാമെന്ന് വിചാരിച്ചു. എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് ഈ ഒരു ക്ലീനിങ്. അപ്പോൾ സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ട് ക്ലീനിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ റാക്കത്തെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടു. അതാണ് കേട്ടോ താഴെ കാണുന്നത്. അപ്പം ഞാൻ മാറാലൊക്കെ തട്ടാണ് ചൂലും കൊണ്ട്. കാരണം മാറാല തോട്ടിൻ്റെ ബ്രഷ് മാത്രമേ ഉള്ളൂ, വടി പൊട്ടി കിടക്കുകയാണ്. അപ്പം ഞാൻ ചൂലും കൊണ്ടൊന്ന് പെട്ടെന്ന് തട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. എന്ന് തട്ടിക്കൊട്ടിയാലും നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ ഞാൻ കർക്കിടകമൊക്കെ ആണല്ലോ, അപ്പോൾ നല്ലോണം ഒന്ന് തട്ടി അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അച്ഛനും കൂടുന്നുണ്ട് കേട്ടോ. എന്നാൽ വേഗം കഴിയുമല്ലോ എന്ന് വിചാരിച്ച് അച്ഛനും കൂടുന്നുണ്ട്. പിന്നെ മേലെ നിന്ന് ഇറക്കിയ സാധനങ്ങളൊക്കെ തട്ടി തുടച്ചിട്ട് നേരെ മേലേക്ക് തന്നെ കയറ്റി വെച്ചു. പിന്നെ അതിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ പാത്രങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നമ്മൾ ഈ മേലത്തെ സാധനങ്ങളൊക്കെ ഇറക്കുമ്പോഴാണല്ലോ ഓരോരോ സാധനങ്ങൾ കാണുക. അപ്പോൾ അതേപോലെ ഗ്ലാസ്സുകൾ കണ്ടിരുന്നു. അത് ചേച്ചിയൊക്കെ അംഗനവാടി പഠിക്കുന്ന സമയത്ത് കിട്ടിയ ഗ്ലാസ്സുകളാണ് കേട്ടോ. ഓരോ പരിപാടിക്ക് പങ്കെടുത്തിട്ട് ഗ്ലാസ്സുകളായിരുന്നു അന്നൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ അതാണ് ആ ഗ്ലാസ്സുകൾ. പിന്നെ റാക്കിൽ കുറേ സാധനങ്ങൾ ഇറക്കാനുണ്ടായിരുന്നു. കുറേ ഡപ്പാൾ ഇറക്കി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനുണ്ടായിരുന്നു. വൃത്തിയാക്കലുണ്ട്, പക്ഷെ നമ്മൾ കർക്കിടകം ആകുമ്പോൾ ഒന്നും കൂടെ നമ്മൾ വൃത്തിയാക്കി വെക്കുമല്ലോ. അപ്പോഴാണ് ഞാൻ മടക്ക് കണ്ടു കേട്ടോ. മടക്ക് ഞാൻ വീഡിയോയിൽ ഇട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് ഞാനൊന്ന് കഴിച്ചു നോക്കുകയാണ്. ഇന്ന് നമ്മൾ മാറല തട്ടി അടിച്ച് വാരിയാലും പിറ്റേ ദിവസവും അതേപോലെ ഉണ്ടാവും. അടുക്കിപ്പെറുക്കലൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം റൂമും ഹാളൊക്കെ നേരെയാക്കാൻ. ആദ്യം അടുക്കളയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റാക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പേപ്പർ വിരിച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പർ വിരിച്ച റാക്കിന് കൂടുതലായിട്ട് പരിക്കൊന്നും പറ്റില്ല. അപ്പോൾ പേപ്പർ വിരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. ഇത് നമ്മുടെ ഓർക്കാപ്പുളി ഉണ്ടല്ലോ, മറ്റേ ഇരുമ്പൻ പുളി, അതാണ് കേട്ടോ. അത് ഉണക്കിയതാണ്, കീറിയിട്ട് ഉണക്കി വെച്ചതാണ്. അത് നമ്മുടെ മീൻ പീര അതിനൊക്കെ ചേർക്കാം. പിന്നെ ഡപ്പയൊക്കെ അമ്മ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണം അതിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇടാൻ. അപ്പോൾ ആദ്യം ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓരോ തട്ടിലും പേപ്പറൊക്കെ വെച്ചിട്ട് അടുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഡപ്പാസൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ റാക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ തന്നെ പകുതി പണി കഴിഞ്ഞു. അപ്പം ഞാനതൊന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഇനി വേണം നമ്മുടെ ഫ്രിഡ്ജിലോട്ട് പോവാൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രിഡ്ജ് തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ ഞാൻ ലൈറ്റ് ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലില്ലാത്ത സാധനങ്ങളില്ല. നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് അത് അങ്ങനെ ഈ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചാൽ അത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ? അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നാരങ്ങ ഇനിയിപ്പോൾ അത് വലിച്ച് എറിയാനേ പറ്റുള്ളൂ. അത് ആ കോലത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. അത് തൈരാണ് ആ ഡപ്പയിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജൊന്ന് എല്ലാ സാധനങ്ങളും ഇറക്കിയതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. കാരണം ആ ഫ്രീസറിലുള്ള ആ ഒരു ഐസ് കട്ടൊക്കെ ഒന്ന് അരിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പ്ലഗൊക്കെ ഒന്ന് കുത്തിയത് ഊരി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലെ റാക്ക് ഓരോന്നായിട്ട് മാറ്റിയിട്ട് വേണം ക്ലീൻ ചെയ്തിട്ട് വയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡോറുമുള്ളതൊക്കെ അധികം അച്ചാറാണ് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലോണം കഴുകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമേ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കഴുകി വയ്ക്കുന്നത്. അച്ചാറിട്ട കുപ്പികളാണല്ലോ, അപ്പോൾ അങ്ങനെ കഴുകി വയ്ക്കുകയാണ്. അപ്പം ഞാൻ ഓരോരോ സാധനങ്ങളും മാറ്റിയിട്ട് ആ ഡോറിലെയും റാക്കുകളും ഞാനെടുത്ത് കഴുകുന്നുണ്ട്. അതൊക്കെ മാറ്റി ഒക്കെ ഒന്ന് ആക്കിയാലല്ലേ വൃത്തിയാക്കി വയ്ക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അതൊക്കെ മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ കർക്കിടക മാസം ആവാനായല്ലോ, ആ ഒരു ഇതിൽ മാത്രമല്ല ഞാൻ ക്ലീനിങ് ചെയ്യുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ എടുത്ത് മരുന്നൊക്കെ അച്ചാറാണ്. ഇതൊക്കെ ഞാൻ യൂട്യൂബിലേക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ വലത് കയ്യിലിരിക്കുന്നത് വള്ളിമാങ്ങ അച്ചാറാണ് കേട്ടോ. വള്ളിമാങ്ങ അച്ചാർ ഞാൻ യൂട്യൂബിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. അത് ഇടണ്ട് അധികം വൈകാതെ കിട്ടുവാണെങ്കിൽ. അങ്ങനെ റാക്കൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് വാനില എസൻസ് ആണ് കേട്ടോ പോയി കിടക്കുന്നത്. അത് ആ കുപ്പിയുടെ അടപ്പിന് കുറച്ച് ലൂസാണ്. അപ്പോൾ അങ്ങനെ പോയി കിടക്കുകയാണ്. നമ്മൾ ധൃതിയിലൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ അത് പോവുകയാണ്.
അപ്പം ഞാൻ ഡോറിൻ്റെ റാക്കൊക്കെ എടുത്തിട്ട് സിങ്കിലിട്ടിട്ട് നന്നായിട്ട് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഡോറും അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച റാക്കൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് വേണ്ട വെക്കാൻ. അപ്പോൾ ഫ്രീസറിലെ ഐസൊക്കെ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ലൈറ്റും സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ടതാണല്ലോ. പിന്നെ ഡീപ് ഫ്രോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഐസൊക്കെ ഇളകി വരുന്നുണ്ട്. വേസ്റ്റ് വരുന്ന ഐസ് കട്ട നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ടാൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ചാറൊക്കെ ഇതേപോലെ തുടച്ചിട്ട് വെക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റാക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡോറിൽ. ഇനി അച്ചാറുകൾ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ റൂമും ഹാളും ഒക്കെ വൃത്തിയാക്കുന്നതിനേക്കാൾ എത്രയോ പണിയാണ് കേട്ടോ അടുക്കള വൃത്തിയാക്കാൻ. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ റാക്കൊക്കെ ഇതേപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും അതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി അടുക്കളയത്തൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ റൂമിലേക്ക് പോകാൻ. റൂമിലേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ റാക്കിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനാണ് കേട്ടോ. അവിടെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ എടുക്കാനാണ്. അപ്പം ഇനി ഞാൻ കഴുകി വെച്ച വെജിറ്റബിൾ ട്രേയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലാകെ ഉള്ളത് മത്തനും കുമ്പളങ്ങയാണ്, വേറൊരു വസ്തുവില്ല. ഒക്കെ വാങ്ങി അതിലേക്ക് ഇട്ട് വെച്ചിട്ട് വേണം. അപ്പം ഞാൻ അതിൻ്റെ ഒരു റാക്കും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അടപ്പാണ് ശരിക്കും അത്, പക്ഷേ അതിൻ്റെ മേലെയും സാധനങ്ങൾ വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഫുള്ള് റാക്കും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ മിൽക്ക്, തൈര് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റാക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാനിതേ ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇത് വെച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ കറികളൊക്കെ തലേദിവസം ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ എങ്ങനെയായാലും പോകും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാലെങ്കിലും ആകെ ഒരു വൃത്തികേടായി കിടക്കും. അപ്പോൾ റാക്കിനൊന്നും പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷീറ്റ് വെച്ച് കൊടുക്കുന്നത്. എന്നാൽ അത് പെട്ടെന്ന് തുടച്ചെടുക്കാമല്ലോ. നമ്മുടെ റാക്കിൻ്റെ ചില്ലിലേക്ക് ആവുമ്പോൾ അതിൽ വല്ല ഇനിയിപ്പോൾ സാധനങ്ങൾ വെക്കുകയാണെങ്കിലും വല്ല സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കാകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഷീറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഫ്രീസറത്തെ ഐസൊക്കെ ഉരുകിയിട്ട് ഞാൻ അവിടെയും തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ തക്കാളിയൊക്കെ ഇതേപോലെ എന്താ പറയുക, ഓരോ ഡപ്പയിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് വെക്കുമ്പോൾ ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ. അപ്പോൾ ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുക്കള കുഞ്ഞടുക്കള ആയതുകൊണ്ട് തന്നെ നല്ല വലിയ പണി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജൊക്കെ ഓണാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വേണം അതിൽ ഇട്ട് വെക്കാൻ. അപ്പോൾ അടുക്കള വീഡിയോ ഈ ഒരു എപ്പിസോഡിൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്